ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ധന്യാസ് ഫാമിലി വ്ലോഗ്. അപ്പോൾ നമുക്കിന്ന് മോണിറ്റൈസേഷനെ കുറിച്ചുള്ള കാര്യമാണ് കേട്ടോ. അപ്പോൾ അതായത് ഏകദേശം എൻ്റെ ഒരു യൂട്യൂബ് ചാനൽ ജേണിയെ കുറിച്ചാണ് കേട്ടോ സംസാരിക്കുന്നത്. അപ്പോൾ എല്ലാവരും എന്നോട് ചോദിക്കുന്നുണ്ട്, ഏകദേശം 5000 സബ്സ്ക്രൈബർ അടുപ്പിച്ച് ആവാറായാലും നിനക്ക് അപ്പോൾ ചാനലൊക്കെ മോണിറ്റൈസേഷൻ ആയിട്ട് നീ പറയാത്തതാണോ എന്നൊക്കെ ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതിനെക്കുറിച്ചാണ് ഇന്നത്തെ എൻ്റെ വീഡിയോ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അതിന് മുമ്പ് വീഡിയോ കാണുന്നവർ ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത് കേട്ടോ. കൂടെ സപ്പോർട്ട് ചെയ്യുകയും ചെയ്യണേ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ എൻ്റെ യൂട്യൂബ് ചാനൽ ജേണിയെക്കുറിച്ച് പറയുകയാണെങ്കിൽ ആദ്യം എന്ന് പറയുന്നത് ഇപ്പോൾ നമ്മുടെ കൊറോണ സമയം ഉണ്ടല്ലോ, ആ സമയത്താണ് സത്യം പറഞ്ഞാൽ ഒരു യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് ചെയ്തത്. സത്യം പറഞ്ഞാൽ എല്ലാവരും യൂട്യൂബ് ചാനൽ തുടങ്ങുന്നത് അതിൽ നിന്ന് എന്തെങ്കിലും ഒരു വരുമാനം കിട്ടണം അല്ലെങ്കിൽ നേടണം എന്നുള്ള ആഗ്രഹത്തോടെ തന്നെയാണ് അല്ലേ. അപ്പം ഞാനും ആ ആഗ്രഹത്തോടെ തന്നെയാണ് തുടങ്ങിയത്. ഇപ്പോൾ തുടങ്ങി നമുക്ക് ഇപ്പം തന്നെ പൈസ സമ്പാദിച്ചെടുക്കാം എന്നുള്ളൊരു ഐഡിയ ഒക്കെ ആയിരുന്നു അപ്പോൾ ഉണ്ടായിരുന്നത്. പക്ഷേ ഇതിലോട്ടൊക്കെ ഇറങ്ങി റെഡിയായി വന്നപ്പോഴാണ് എനിക്ക് മനസ്സിലായത് അങ്ങനെയൊന്നും ഈസി ആയിട്ട് കിട്ടുന്ന ഒരു കാര്യമല്ല യൂട്യൂബ് ചാനൽ എന്നൊക്കെ പറയുന്നത്. അപ്പം ഓരോ ഘട്ടം ചെല്ലുമ്പോൾ മാത്രമാണ് അതിൻ്റെ ഓരോ കാര്യങ്ങളായിട്ട് പഠിച്ചെടുക്കാനായിട്ട് പറ്റുന്നത്. ഓക്കെ, അപ്പോൾ ആദ്യം ഞാൻ പറഞ്ഞല്ലോ, കൊറോണ സമയത്താണ് ഞാൻ എൻ്റെ യൂട്യൂബ് ചാനൽ ആദ്യമായിട്ട് തുടങ്ങുന്നത്. അതിനുശേഷം ആ സമയത്തൊക്കെ ഈ സത്യം പറഞ്ഞാൽ ഷോർട്സിനെ കുറിച്ചൊന്നും യാതൊരു പിടിയില്ലായിരുന്നു. അപ്പോൾ വീഡിയോസൊക്കെയാണ് ഇട്ടുകൊണ്ടിരുന്നത്, കുക്കിംഗ് വീഡിയോസും കാര്യങ്ങളൊക്കെ ഇട്ടുകൊണ്ടിരുന്നത്. അപ്പോൾ ഈ ധന്യാസ് ഫാമിലി വ്ലോഗ് എന്ന് പറയുന്നത് ആദ്യം ധന്യാസ് കിച്ചൺ എന്ന പേരിലാണ് ഞാൻ ചാനൽ സ്റ്റാർട്ട് ചെയ്തത്. അപ്പം കുക്കിംഗ് വീഡിയോകളും കാര്യങ്ങളൊക്കെ ഇട്ടുകൊണ്ടിരുന്നു. സബ്സ്ക്രൈബറൊക്കെ നല്ല കുറവായിരുന്നു. സത്യം പറഞ്ഞാൽ ഒരു 100 സബ്സ്ക്രൈബർ ആവാൻ വേണ്ടി അത്രയും കഷ്ടപ്പെട്ടിട്ടുണ്ട്. ഓരോരുത്തർ കാണുമ്പോൾ അവരുടെയൊക്കെ പറഞ്ഞും ഫ്രണ്ട്സിൻ്റെ കൂടെയൊക്കെ പറഞ്ഞും ഫേസ്ബുക്കിലൊക്കെ ഷെയർ ചെയ്തും സബ്സ്ക്രൈബ് ചെയ്യണേ എന്നൊക്കെ പറഞ്ഞ് പേഴ്സണൽ മെസ്സേജ് അയച്ചും ഒക്കെ അല്ലേ. അപ്പോൾ അതിൽ കുറേ പേര് ചെയ്തിട്ടുണ്ട്, കുറേ പേര് ചെയ്യാന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങ് വിട്ട് കളഞ്ഞവരുണ്ട് അല്ലേ. അപ്പോൾ അങ്ങനെ ഓരോ തരത്തിൽ ഒരു 100 സബ്സ്ക്രൈബർ ആകാൻ വേണ്ടി തന്നെ നല്ലോണം പാടുപെട്ടിട്ടുണ്ട്. അപ്പോൾ ഈ വീഡിയോസും കാര്യങ്ങളൊക്കെ ഇട്ടുകൊണ്ടിരുന്നു. വ്യൂസൊക്കെ അത്യാവശ്യം കുറച്ച് വ്യൂസൊക്കെ ഉള്ളൂ, വ്യൂസൊക്കെ നല്ല കുറവായിരുന്നു വീഡിയോസിന്. അതിനുശേഷം വീഡിയോസൊക്കെ കേട്ടിട്ട് വന്നതിന് ശേഷം പിന്നെ വ്യൂസും കാര്യങ്ങളൊന്നും കിട്ടാതെ ആയി. പിന്നെ സബ്സ്ക്രൈബറൊക്കെ അങ്ങനെ കയറി വന്ന സമയത്ത് സത്യം പറഞ്ഞാൽ ഏകദേശം ഒന്ന് മനസ്സൊന്നും മടുത്തു. എന്നാലും എന്തെങ്കിലും ചെയ്യണമെന്നുള്ള വിചാരത്തിലൂടെ ചെയ്തൊക്കെ ഇരുന്നു. പിന്നെ ഈ കൊറോണ സമയം കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് ഭയങ്കര ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ആയി. പിന്നെ അങ്ങ് ആ സത്യം പറഞ്ഞാൽ ഏകദേശം ഒരു 2-3 മാസം കൊണ്ടുപോയിട്ട് അതങ്ങ് സ്റ്റോപ്പാക്കി. അതിനുശേഷം പിന്നീട് ഏകദേശം ഇപ്പോൾ കുറേ കഴിഞ്ഞിട്ട് ഏകദേശം ഒരു 2022-23 അടുപ്പിച്ചാണ് പിന്നെയാണ് സത്യം പറഞ്ഞാൽ എൻ്റെ യൂട്യൂബ് ചാനൽ പിന്നെ തുടങ്ങുന്നത്. അത് ഞാൻ ഷോർട്സ് ഇട്ടാണ് പിന്നെ തുടങ്ങിയത് കേട്ടോ. ഷോർട്സ് ഇട്ടാണ് പിന്നെ വീഡിയോ തുടങ്ങി. അപ്പോൾ പിന്നെ ഏകദേശം ഷോർട്സിൻ്റെ കാര്യങ്ങളൊക്കെ മനസ്സിലായി. അപ്പോൾ സത്യം പറഞ്ഞാൽ വേറെ ഷോർട്സുകൾ എന്തെങ്കിലും സംഭവങ്ങൾ കിട്ടുമ്പോൾ അതിനെക്കുറിച്ചൊക്കെയുള്ള ഷോർട്സുകൾ ഇട്ടുകൊണ്ടിരുന്നു. അപ്പോൾ അതിലും അത്യാവശ്യം കുറച്ച് വ്യൂസൊക്കെ കയറി വന്നതേ ഉള്ളൂ. കുറച്ച് വ്യൂസും വീട്ടിലെ സംഭവങ്ങൾ എന്തെങ്കിലും അങ്ങനെയൊക്കെ ഷോർട്സ് ഇട്ട് വന്ന് കുറച്ച് വ്യൂസ് കയറി വന്നു. അതിനുശേഷം പിന്നീട് ഷോർട്സ് ഇട്ട് തുടങ്ങുമ്പോഴത്തേക്ക് നമുക്ക് ചാനലിൽ സബ്സ്ക്രൈബേഴ്സ് കയറും എന്ന് മനസ്സിലായ സമയത്താണ് പിന്നീട് ഞാനും ചാനലും കൂടെ ചേർന്ന് ചില കോമഡി വീഡിയോസും കാര്യങ്ങളും അങ്ങനെയൊക്കെ കുറച്ച് കാര്യങ്ങളൊക്കെ നമ്മുടെ ഫണ്ണി വീഡിയോസ് ഉണ്ടല്ലോ അങ്ങനെയൊക്കെ ചെയ്തു തുടങ്ങിയ സമയത്ത് അത്യാവശ്യം സബ്സ്ക്രൈബറൊക്കെ കയറി തുടങ്ങി, കാര്യങ്ങളൊക്കെ തുടങ്ങി. അപ്പോഴത്തേക്കും പിന്നെയാണ് മനസ്സിലായത് ഈ ഷോർട്സിന് പ്രത്യേകമാണ് വ്യൂസ് കയറുന്നതെന്നും വീഡിയോയ്ക്ക് പ്രത്യേകമാണ് വ്യൂസ് കയറുന്നത് എന്നുള്ള കാര്യം പിന്നെ മനസ്സിലായി തുടങ്ങി. പിന്നെ നമ്മൾ ഷോർട്സ് തന്നെ കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്ത് ഇട്ട് തുടങ്ങി. ഷോർട്സ് ഇട്ട് കുറച്ച് കയറി വന്ന സമയത്ത് ഏകദേശം 1 മില്യണൊക്കെ അടുപ്പിച്ച് ആറായ സമയത്ത് ഏകദേശം നല്ല വ്യൂസൊക്കെ ആയി കയറി വന്ന സമയത്താണ് ഞാൻ പ്രഗ്നൻ്റ് ആവുന്നത്. പ്രഗ്നൻ്റ് ആയി ഏകദേശം 1-2 മാസമൊക്കെ വീഡിയോസ് ഇട്ടതിന് ശേഷം പിന്നെ അങ്ങ് സ്റ്റോപ്പായി. പിന്നെ നമ്മുടെ ഹെൽത്ത് ഇഷ്യൂസും പിന്നെ സത്യം പറഞ്ഞാൽ മടി അതെല്ലാം കൂടെ കയറി വന്നപ്പോഴത്തേക്ക് പിന്നെ അങ്ങ് മടിച്ചു. പിന്നെ ആ സമയത്ത് എനിക്ക് അത്യാവശ്യം ട്യൂഷനും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ട്യൂഷനും വീട്ടിലെ കാര്യങ്ങളും മക്കളൊക്കെ സ്കൂളിൽ പോകുന്ന സമയമായിരുന്നു. അപ്പോൾ അവരുടെ കാര്യങ്ങളും അതിനിടയ്ക്ക് എൻ്റെ പ്രഗ്നൻസിയും എല്ലാം കൂടെ ആയപ്പം കൊണ്ട് നല്ല ടൈറ്റായ സമയത്ത് പിന്നെ എനിക്ക് ഇതിലും കൂടെ ഒന്ന് ചെയ്യാനുള്ളൊരു ഇതില്ലായിരുന്നു. അങ്ങനെ അത് അവിടെ വെച്ച് സ്റ്റോപ്പായി. അങ്ങനെ നമുക്കറിയാമല്ലോ, 90 ദിവസം ഇട്ട് അല്ലെങ്കിൽ നമ്മൾ വീഡിയോസ് ആണെങ്കിൽ 365 ദിവസം ഇടുമ്പോൾ ഇട്ടില്ലെന്നുണ്ടെങ്കിൽ നമ്മളെ വ്യൂസ് എല്ലാം ബാക്കിലോട്ട് പോകും. അങ്ങനെ ബാക്കിലോട്ട് പോയി. പിന്നെ അതിനുശേഷം മൊത്തത്തിൽ യൂട്യൂബ് ചാനൽ വീഡിയോസ് ഇടുന്നത് തന്നെ അങ്ങ് സ്റ്റോപ്പായി. ആദ്യമൊക്കെ ചാനലിൽ ഓരോ വീഡിയോസും ഷോർട്സൊക്കെ ഇട്ടുകൊണ്ട സമയത്താണെങ്കിൽ 1K ആവുന്ന സമയത്ത് ഭയങ്കര സന്തോഷമായിരുന്നു കേട്ടോ. കാരണം വെച്ചാൽ 1K ആയല്ലോ, 1K അന്ന് ആകാനായിട്ട് കാത്തിരിക്കും. അപ്പോൾ 1K ആകുമ്പോൾ ചിലപ്പോൾ 1-2 സബ്സ്ക്രൈബേഴ്സൊക്കെ കയറാറുണ്ട്. അങ്ങനെ ആ ഒരു സ്റ്റെപ്പിൽ അങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ. അങ്ങനെ പെട്ടെന്ന് എൻ്റെ പ്രഗ്നൻസിയുടെ കാര്യങ്ങൾ ഞാൻ പറഞ്ഞു. അപ്പോൾ ആ പ്രഗ്നൻസി കാര്യങ്ങളെല്ലാം കഴിഞ്ഞ് ഡെലിവറി കഴിഞ്ഞതിൻ്റെ 3-ാം ദിവസം തൊട്ട് അതായത് കഴിഞ്ഞ വർഷം വിഷുവിൻ്റെ അന്നാണ് ഡെലിവറി കഴിഞ്ഞ് എൻ്റെ 3-ാം ദിവസമായിരുന്നു കേട്ടോ. അപ്പം അന്ന് തൊട്ടാണ് അടുത്ത് വീണ്ടും നമ്മൾ സത്യം പറഞ്ഞാൽ ഷോർട്സ് ഇട്ട് തുടങ്ങിയത്. അത് ഹോസ്പിറ്റലിൽ വെച്ച് അത്യാവശ്യം ചെറിയ വീഡിയോസൊക്കെ അവിടെ വെച്ചാണ് ഇട്ട് തുടങ്ങിയത്. ആ മേഡം 1-ാം തീയതി എന്ന് കൃത്യമായിട്ട് അറിയാം. അതായത് എൻ്റെ ഏറ്റവും ഇളയ ആൾ ജനിച്ചിട്ട് 3-ാം ദിവസം തൊട്ടാണ് എൻ്റെ കൊച്ചു ഷോർട്സ് ഇട്ട് തുടങ്ങിയത് ഹോസ്പിറ്റലിൽ വെച്ച് തന്നെ.
ആ ഷോർട്സ് തുടങ്ങി അത്യാവശ്യം ഷോർട്സ് എല്ലാം കയറി തുടങ്ങി പിന്നെ ഡെലിവറി കഴിഞ്ഞ് വീട്ടിൽ വന്നതിന് ശേഷം ഓരോ സംഭവങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ട് ഈ വീഡിയോസൊക്കെ ഇട്ട് തുടങ്ങി. ഇപ്പോൾ ഡെലിവറിയിലെ ട്രീറ്റ്മെൻറ്റും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ടെങ്കിൽ അതിനോടൊപ്പം തന്നെ ഷോർട്സും എല്ലാം ഇട്ട് തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഷോർട്സ് എല്ലാം ഇട്ട് വീഡിയോസ് ഒന്നും ഇട്ടില്ല കേട്ടോ, ഷോർട്സ് മാത്രമാണ് ഇട്ട് പോയിക്കൊണ്ടിരുന്നത്. അപ്പോൾ ഷോർട്സ് എല്ലാം ഇട്ട് പോയിക്കൊണ്ടിരുന്നു. ഷോർട്സിനൊക്കെ വ്യൂസൊക്കെ കയറി തുടങ്ങി, അത്യാവശ്യം 5K 10K ഒക്കെ ആയി തുടങ്ങി. അപ്പോൾ അതിനോടൊപ്പം തന്നെ സബ്സ്ക്രൈബേഴ്സും കയറി തുടങ്ങി കേട്ടോ, സബ്സ്ക്രൈബേഴ്സും കയറി തുടങ്ങി. എൻ്റെ മകളുടേത് ഇളയാളുടെ 28 ചടങ്ങുണ്ടല്ലോ, ആ ദിവസമാണ് എനിക്ക് 1K സബ്സ്ക്രൈബേഴ്സ് ആവുന്നത്. അപ്പോൾ അതിൻ്റെ സെലിബ്രേഷനും കാര്യങ്ങളൊക്കെ ആയിട്ടുള്ള ഒരു വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ 1K സബ്സ്ക്രൈബേഴ്സ് ആവുന്നത് ഭയങ്കര സന്തോഷമായിരുന്നു കേട്ടോ. 1K മകളുടെ 28 ചടങ്ങ് ആ ദിവസം തന്നെ 1K സബ്സ്ക്രൈബേഴ്സ് ആയി. അത് ഭയങ്കര ഒരു സന്തോഷമുള്ള സമയമായിരുന്നു കേട്ടോ. അത്രയും ആകാനായിട്ട് അത്രയും പാടുപെട്ടിട്ടുണ്ട് കേട്ടോ ഒരു സബ്സ്ക്രൈബേഴ്സ് ആവാനായിട്ടൊക്കെ. സത്യം പറഞ്ഞാൽ നമ്മളെ കണ്ടന്റ് കറക്റ്റായിട്ട് എന്തെങ്കിലും ഒരു കണ്ടന്റോ കാര്യങ്ങളൊക്കെ ഇട്ട് തുടങ്ങിയാൽ സബ്സ്ക്രൈബേഴ്സ് അതിനനുസരിച്ച് കയറും. അപ്പോൾ പിന്നെ എന്താണ് നമ്മൾ ഏകദേശം ഒന്ന് വീഡിയോസ് ഷോർട്സ് ഒക്കെ ഇട്ട് തുടങ്ങിയ ശേഷം പിന്നെ നമ്മൾ ആദ്യം ആരോടെ ഒന്നും ഇങ്ങനെ എനിക്കൊരു ചാനലുണ്ട് സബ്സ്ക്രൈബ് ചെയ്യണേ എന്നൊന്നും പറയാനായിട്ട് പോയിട്ടില്ല കേട്ടോ. കാരണം മനസ്സിലായി അങ്ങനെ പറയേണ്ട ആവശ്യമില്ല. കാരണം നമ്മളെ വീഡിയോസ് നമ്മളെ കണ്ടന്റും കണ്ട് ഇഷ്ടപ്പെടുന്നവർ മാത്രമേ സബ്സ്ക്രൈബ് ചെയ്യുള്ളൂ. അപ്പോൾ അവർ മാത്രം സബ്സ്ക്രൈബ് ചെയ്തിട്ടേ കാര്യമുള്ളൂ. കാരണം തുടർച്ചയായിട്ട് നമ്മൾ ഇടുന്ന വീഡിയോസൊക്കെ പിന്നീട് അവർ മാത്രമേ കാണുള്ളൂ. അല്ലാതെ നമ്മൾ ആരുടെയെങ്കിലും പറഞ്ഞ് അവർ ചെയ്തെന്നും പറഞ്ഞ് അവർ നമ്മളെ വീഡിയോസ് കാണുന്നില്ല. ചിലപ്പോൾ കുറച്ച് ദിവസം കഴിഞ്ഞ് അവർ അൺസബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യാം അല്ലേ. അപ്പോൾ അങ്ങനെ ചെയ്തു പോകാം. അപ്പോൾ അതുകൊണ്ട് വെറുതെ നമ്മൾ ആരെയും നിർബന്ധിക്കേണ്ട ആവശ്യമില്ല. നമ്മളെന്തെങ്കിലും കണ്ടന്റോ കാര്യങ്ങളോ ഒക്കെ ഉള്ള വീഡിയോസും ഷോർട്സും ഒക്കെ അങ്ങ് ഇട്ട് പോയാൽ മാത്രം മതി. അപ്പം നമുക്ക് അതിലെന്ത് ചെയ്യും, സബ്സ്ക്രൈബേഴ്സ് സ്വാഭാവികമായിട്ട് നമ്മൾ കണ്ടന്റും കാര്യങ്ങളും ഇഷ്ടപ്പെട്ട് വരുന്നവർ അതിലോട്ട് സബ്സ്ക്രൈബ് ചെയ്ത് കയറി പോവുകയും ചെയ്യും. അങ്ങനെ മാത്രമേ നമുക്ക് വ്യൂസും കൂടുള്ളൂ കേട്ടോ. അപ്പോൾ അങ്ങനെ ആദേശമൊക്കെ അങ്ങ് ഇട്ടുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ നമ്മൾ പിന്നെ തുടർച്ചയായിട്ട് ഷോർട്സ് ആയിട്ട് തുടങ്ങി കേട്ടോ. വീഡിയോസ് ഒന്നും ഇട്ടിട്ടില്ല, ഷോർട്സ് മാത്രം ഇട്ടിട്ട് കയറിയായിരുന്നു. അപ്പോൾ ഷോർട്സ് ഇട്ടിട്ട് കയറി പിന്നെ ഇടയ്ക്ക് എന്തെങ്കിലും വീഡിയോസ് കിട്ടുന്ന സമയത്തും അതും വീഡിയോസൊക്കെ ഇടും. ചിലപ്പോൾ മാസത്തിലൊന്നോ അങ്ങനെയൊക്കെ ആയിരിക്കും ഇട്ട് പോകുന്നത് വീഡിയോസ്. പിന്നെ ഷോർട്സ് തന്നെയാണ് കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്തത്. അങ്ങനെ ഷോർട്സ് ഇട്ട് പോയി കുറേ നാൾ ചെന്നപ്പോഴത്തേക്ക് നമ്മുടെ 2024 നവംബർ സമയത്ത് പിന്നെ കൃത്യം ഡേറ്റ് തന്നെ നവംബർ 5-ാം തീയതി സത്യം പറഞ്ഞാൽ ആ മാസം ഫുള്ള് ഹോസ്പിറ്റലിൽ കയറി ഇറങ്ങി നടക്കായിരുന്നു. എൻ്റെ രണ്ടാമത്തെ മോക്കാണെങ്കിൽ വൈറൽ ഫീവർ ആയിട്ട് ഹോസ്പിറ്റലിൽ അഡ്മിറ്റൊക്കെ ആയി. അങ്ങനെ ഏകദേശം ഒരാഴ്ച അവൾ അഡ്മിറ്റായിരുന്നു. അവളെ ഡിസ്ചാർജ് ആവുന്നതിൻ്റെ അന്ന് എനിക്ക് നല്ല പനിയായിട്ട് ട്രിപ്പൊക്കെ ഇട്ടു. അതിനുശേഷം ഡിസ്ചാർജ് ആയിട്ടൊക്കെ വീട്ടിൽ വന്നെങ്കിലും പിന്നെ എനിക്ക് പനി കൂടി വീണ്ടും ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി അഡ്മിറ്റ് ചെയ്യേണ്ട അവസ്ഥ വന്നു. സത്യം പറഞ്ഞാൽ അഡ്മിറ്റ് ചെയ്തിരുന്നെങ്കിൽ ഞങ്ങളെല്ലാം പെട്ടുപോയത്, ആ തരത്തിലായിരുന്നു. എന്നാലും എന്തോ ദൈവാനുഗ്രഹം കൊണ്ട് അങ്ങനെ അഡ്മിറ്റൊന്നും ആയില്ല. അത്യാവശ്യം ആൻറ്റിബയോട്ടിക്കും കാര്യങ്ങൾ കഴിച്ചു വന്നപ്പോഴത്തേക്ക് അതങ്ങ് കുറഞ്ഞു. അത് കുറഞ്ഞ് ഏകദേശം 1-2 ആഴ്ച എടുത്തു എൻ്റെ പനിയൊക്കെ ഒന്ന് മാറി റെഡിയായി വരെ. അതിനുശേഷം അത് കഴിഞ്ഞപ്പോഴത്തേക്കും ചേട്ടനും മോനും എല്ലാം അറിയാമല്ലോ, കൊച്ചിന് അസുഖം വന്നാൽ പിന്നെ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അവൾ ഭയങ്കര നിർബന്ധവും കാര്യങ്ങളൊക്കെ ആയിരിക്കില്ല. അപ്പം അങ്ങനെ സത്യം പറഞ്ഞാൽ ആ ഒരു മാസം ഫുള്ള് നമുക്ക് ഫാമിലിക്ക് ഓരോരുത്തർക്കായിട്ട് മാറി അസുഖങ്ങളും കാര്യങ്ങളായിട്ട് ആ മാസം ഫുള്ള് ആശുപത്രി കയറി ഇറങ്ങി നടക്കുകയായിരുന്നു. അങ്ങനെ ആ മാസം ഒന്നും ഒരു വീഡിയോസ് പോലും ഇട്ടിട്ടില്ല. ഏകദേശം ഞാൻ പറഞ്ഞില്ല, ആദ്യം 1 million ആയി, പിന്നീട് ഡെലിവറി സമയമായപ്പോൾ പിന്നെ അതങ്ങ് സ്റ്റോപ്പായി. പിന്നെ അതിനുശേഷം നമ്മൾ കയറി 1 million അടുപ്പിച്ചാകാറായ സമയത്ത് 1 million ആയി ഏകദേശം. ആ സമയത്താണ് പിന്നീട് വീണ്ടും ഈ ഒരു മാസം ഒരു വീഡിയോസ് ഇട്ടിട്ടില്ല, ഒരു ഷോർട്സ് ഒന്നും ഇട്ടിട്ടില്ല. അപ്പോഴത്തേക്ക് പിന്നെ പിറകിലോട്ട് പോയി. ഏകദേശം 300, 298, 250K വരെയൊക്കെ ആയി നമ്മൾ ആ ഷോർട്സിൻ്റെ വ്യൂസ്. നല്ല സങ്കടമായിരുന്നു കേട്ടോ. കാരണം വെച്ചാൽ അത്രയും എഫേർട്ട് എടുത്ത് അറിയാമല്ലോ, നമ്മൾ കുട്ടികൾ എല്ലാ കാര്യങ്ങളും വെച്ചുകൊണ്ട് നമ്മൾ വീഡിയോസും ഷോർട്സും ഒക്കെ കഷ്ടപ്പെട്ട് ചെയ്ത് വന്ന് റെഡിയായി വരുമ്പോഴത്തേക്ക് പിന്നെ അതെല്ലാം പിറകിലോട്ട് പോകുമ്പോൾ അത്രയും സങ്കടമായി കേട്ടോ. പിന്നെ സത്യം പറഞ്ഞാൽ നിർത്താമെന്ന് ഇടണ്ട, ഇനി വേണ്ട എന്നൊക്കെ വിചാരിച്ചിരിക്കുകയായിരുന്നു. എന്നിട്ടും പിന്നെ എന്തോ ഒരാഗ്രഹത്തിന് ചെയ്ത് പോകാം. നമ്മുടെ മറ്റേ സിനിമയിൽ മഞ്ജു വാര്യർ പറഞ്ഞ പോലെ എന്താണ്, ഏതെങ്കിലും ഒരു കാര്യം ഇപ്പം നമ്മളിപ്പോൾ ഒന്നും കിട്ടിയില്ലെങ്കിലും നമ്മളൊക്കെ ഈ ലോകത്ത് ജീവിച്ചിരിപ്പുണ്ടായിരുന്നു എന്നുള്ളതിനൊരു തെളിവല്ലേ നമ്മുടെ ഈ ചാനലൊക്കെ. നമ്മൾ അത് പറഞ്ഞാണ് മനസ്സിൽ ആശ്വസിച്ചത് കേട്ടോ. കാരണം ഒന്നുമില്ലെങ്കിൽ നമുക്ക് ഇട്ട് പോവാം, എന്തെങ്കിലും കിട്ടുമ്പം കിട്ടണം തന്നെയാണ് ആഗ്രഹം, കിട്ടുമ്പോൾ കിട്ടട്ടെ. എന്നാലും ഞാൻ പറഞ്ഞില്ല, മഞ്ജുവാരി പറഞ്ഞ പോലെ നമ്മളൊക്കെ ഈ ലോകത്ത് ജീവിച്ചിരിപ്പുണ്ട് എന്നുള്ളതിനൊരു സിഗ്നേച്ചർ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചാണ് സത്യം പറഞ്ഞാൽ അങ്ങനെ പിന്നെയാണ് വീണ്ടും തുടങ്ങി ചെയ്ത് പോയി. ഇപ്പം നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് അങ്ങ് ചെയ്തുകൊണ്ട് തന്നെയാണ് ഇരിക്കുന്നത് കേട്ടോ. ഇപ്പം ഞാൻ അത്യാവശ്യം കുറച്ച് ഇപ്പം 1-2 ദിവസം ഇടവിട്ട് വീഡിയോസുകൾ വിട്ടു തുടങ്ങുന്നുണ്ട്. അപ്പം ഷോർട്സിന് ഏകദേശം ഞാൻ പറഞ്ഞല്ലോ, ഷോർട്സിന് 90 ദിവസം കൊണ്ട് 10 million ആവണം. ആദ്യത്തെ കടമ്പ കടക്കണമെങ്കിൽ 3 million ആവണം, പിന്നീട് 10 million ആവണം. അതുപോലെ നമ്മുടെ വീഡിയോസിനാണെങ്കിൽ ആദ്യത്തേനാണെങ്കിൽ 3000 വാച്ച് അവർ വേണം, പിന്നെ അല്ലെങ്കിൽ 4000 ആണ് ആവേണ്ടത്. അപ്പം ഏകദേശമൊക്കെ ഒന്ന് റെഡിയായി വരുന്നതേ ഉള്ളൂ. എനിക്ക് മോണിറ്റൈസേഷൻ ഏകദേശം ആ ഒരു പടി കടക്കാനായിട്ട് തുടങ്ങുന്നതേ ഉള്ളൂ. അല്ലാതെ മോണിറ്റൈസേഷൻ ഒന്നും ആയിട്ടില്ല, പൈസയൊന്നും എനിക്ക് കിട്ടി തുടങ്ങിയിട്ടുമില്ല. ഉറപ്പായിട്ട് മോണിറ്റൈസേഷൻ ആവുകയും പൈസ കിട്ടി തുടങ്ങി ഞാൻ എന്തായാലും അതിൻ്റെ ഒരു വീഡിയോ ഞാൻ ചെയ്യുന്നതായിരിക്കും.
അപ്പം പിന്നെ എന്താണ്, പിന്നെ ഇത്രയാണ് എൻ്റെ ഒരു യൂട്യൂബ് ജേണി എന്ന് പറയുന്നത്. കാരണം കൃത്യമായിട്ട് എനിക്ക് ഒരിക്കലും ഇത് ഫോളോ ചെയ്ത് പോകാനായിട്ട് പറ്റിയിട്ടില്ല. സത്യം പറഞ്ഞാൽ 1000 സബ്സ്ക്രൈബേഴ്സ് മതി. നമുക്ക് ആദ്യത്തെ കടമ്പ എന്ന് പറയുന്നത് 1000 സബ്സ്ക്രൈബേഴ്സ് ആകുക എന്നുള്ളതാണ്. അപ്പോൾ അത് ഓക്കെ ആയി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് വാച്ച് ടൈം കയറ്റുക എന്നുള്ളതാണ് നമ്മുടെ അടുത്ത ഒരു സ്റ്റെപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ എൻ്റെ ആദ്യത്തെ സ്റ്റെപ്പ് കഴിഞ്ഞു കേട്ടോ. 1000 സബ്സ്ക്രൈബേഴ്സ് ആവുക എന്നുള്ളൊരു കടമ്പ കഴിഞ്ഞു. ഇനി അടുത്തത് വാച്ച് ടൈം ആക്കുക എന്നുള്ളതാണ് അടുത്ത കടമ്പ. അതിന് എന്താണ് എത്രയും പെട്ടെന്ന് കടന്ന് കിട്ടണമെന്ന് തന്നെയാണ് എൻ്റെ ആഗ്രഹം. പിന്നെ എന്താണ്, ഇത്രയാണ് എൻ്റെ യൂട്യൂബ് ജേണി എന്ന് പറയുന്നത്. ഇപ്പോൾ കറക്റ്റായിട്ട് ഒരു ഫോളോ ചെയ്ത് പോയിരുന്നെങ്കിൽ ചിലപ്പോൾ മോണിറ്റൈസേഷൻ ആകുമായിരിക്കും, നേരത്തെ മനസ്സിലായാലും ആകുമായിരിക്കും എന്നല്ല, ആകുമായിരുന്നു. പക്ഷേ എനിക്ക് കറക്റ്റായിട്ട് അങ്ങനെ ഫോളോ ചെയ്ത് പോകാനായിട്ട് പറ്റിയില്ല. എനിക്ക് പുതിയ യൂട്യൂബേഴ്സിനോട് പറയാനുള്ളത്, കൃത്യമായിട്ട് നമ്മൾ ഷോർട്സും വീഡിയോസും ഒക്കെ കൃത്യമായിട്ട് ഇട്ട് പോകുകയാണെങ്കിൽ നമുക്ക് എത്രയും പെട്ടെന്ന് തന്നെ മോണിറ്റൈസേഷനും കാര്യങ്ങളൊക്കെ ആവും കേട്ടോ. അപ്പം ഷോർട്സ് കൃത്യമായിട്ട് ഇട്ട് പോയാൽ തന്നെ അത്യാവശ്യം നമുക്ക് സബ്സ്ക്രൈബേഴ്സ് നല്ലോണം കയറും. ഷോർട്സിന് വ്യൂസ് കയറുന്നതനുസരിച്ച് തന്നെ നമുക്ക് സബ്സ്ക്രൈബേഴ്സും കയറി തുടങ്ങും കേട്ടോ. ഇനി ഷോർട്സ് നല്ല നമ്മൾ ഈ സബ്സ്ക്രൈബ് ചെയ്യുന്ന ഓരോരുത്തരോട് നമ്മളിങ്ങനെ പോയി എൻ്റെ ഇങ്ങനെ യൂട്യൂബ് ചാനലുണ്ട് സബ്സ്ക്രൈബ് ചെയ്യാൻ അങ്ങനെ ഒന്നും പറയേണ്ട യാതൊരു ആവശ്യമില്ല. അങ്ങനെ പറഞ്ഞിട്ട് യാതൊരു കാര്യമില്ല. കാരണം വെച്ചാൽ അവർ നമ്മുടെ ചാനൽ കാണണമെന്നില്ല, നമ്മളുടെ വീഡിയോസ് കാണണമെന്നില്ല. അപ്പം നമ്മുടെ കണ്ടന്റും നമ്മളെ ഇഷ്ടപ്പെട്ട് കയറുന്നവർ മാത്രമേ നമ്മുടെ യൂട്യൂബ് ചാനൽ നമ്മൾ ഇടുന്ന വീഡിയോസൊക്കെ കാണുകയുള്ളൂ. അപ്പം നമ്മളൊന്നും പറയാൻ പറ്റില്ല, നമ്മൾ വർക്ക് ചെയ്യുക, റിസൾട്ട് നമുക്ക് എന്നായാലും കിട്ടും എന്ന് എന്നെ പ്രതീക്ഷിക്കുക. നമ്മൾ വർക്ക് ചെയ്ത് പോവുക, നമുക്ക് അതിൻ്റെ റിസൾട്ട് എന്നാലും കിട്ടും അല്ലേ. നമ്മളിപ്പോൾ ഒരു കോഴ്സ് പഠിക്കണമെങ്കിൽ അതിനൊരു കാലാവധിയുണ്ട്. അത് കഴിയുമ്പോഴത്തേക്ക് നമുക്ക് അതിൻ്റെ സർട്ടിഫിക്കറ്റ് കിട്ടും അല്ലേ. അതേപോലെ നമുക്ക് യൂട്യൂബ് ചാനൽ എന്ന് പറയുന്ന ഒരു ചാനലുണ്ട് എന്നുള്ള ഒരു കോഴ്സ് ഉണ്ട്. അതിൻ്റെ ഒരു എക്സാമാണ് നമ്മൾ ഈ 1000 സബ്സ്ക്രൈബറും പിന്നെ എന്താണ് ഈ 4000 10 മില്യൺ വാച്ച് അവറൊക്കെ അല്ലേ. അത് കടന്നു കഴിയുമ്പോൾ നമുക്ക് അതിൻ്റെ സർട്ടിഫിക്കറ്റ് കിട്ടും. സർട്ടിഫിക്കറ്റാണ് നമ്മുടെ ഏണിങ്സ് അല്ലേ. അത് നമുക്ക് കിട്ടി തുടങ്ങും. അതിൻ്റെതായ സമയം എടുക്കും അല്ലേ. നമ്മുടെ കമന്റ് സെക്ഷനിൽ വന്ന് ഞാൻ നിങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ട്, അപ്പോൾ നിങ്ങൾ എൻ്റെ ചാനൽ ചെയ്യണേ എന്നൊക്കെ പറഞ്ഞിട്ട് പിന്നെ എന്താണ് നമുക്ക് ഒരുമിച്ച് മുന്നേറാം എന്നൊക്കെ പറഞ്ഞ് മിക്ക വീഡിയോസിൻ്റെതായ കമന്റ് ഇടിക്കുന്നത് കാണാം കേട്ടോ. അങ്ങനെയൊന്നും കമന്റ്സ് ഇടേണ്ട യാതൊരു ആവശ്യമില്ല. കാരണം നമ്മൾ കൃത്യമായിട്ട് ഒരു കണ്ടന്റ് വെച്ചുകൊണ്ട് ഒരു ഷോർട്സും കുറച്ച് വീഡിയോസൊക്കെ നമ്മൾ ഇട്ട് പോയാൽ നമുക്ക് ഷോർട്സ് ഇടുമ്പോൾ തന്നെ നല്ലോണം സബ്സ്ക്രൈബേഴ്സ് കയറും കേട്ടോ. അപ്പോൾ ഷോർട്സ് ഒക്കെ ഇട്ട് പോയാൽ നമുക്ക് അത്യാവശ്യം സബ്സ്ക്രൈബേഴ്സൊക്കെ പോയി നമുക്ക് വാച്ച് ടൈമും കിട്ടും. അല്ല നമ്മൾ ഈ പറഞ്ഞ് നമ്മളിങ്ങനെ അവരൊന്നും നമ്മുടെ ചാനലൊന്നും കാണാൻ നമുക്ക് നമ്മളെ വീഡിയോസ് കണ്ടാൽ മാത്രമല്ല നമുക്ക് വാച്ച് ടൈം കയറുള്ളൂ. അപ്പം അത്തരത്തിലുള്ളവരാരും നമ്മളെ വീഡിയോസ് ഒന്നും കാണണമെന്നേ ഇല്ല. അപ്പോൾ നമ്മൾ കൃത്യമായിട്ട് ഷോർട്സും വീഡിയോസും ഒക്കെ കൃത്യമായിട്ട് ഇട്ട് പോകുക, ഓട്ടോമാറ്റിക് തന്നെ നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ആവുകയും ചെയ്യും, നമ്മുടെ വാച്ച് ടൈം കയറുകയും ചെയ്യും, നമുക്ക് മോട്ടിവേഷൻ ആവും. ഓക്കെ, അതുകൊണ്ട് നമ്മൾ കൃത്യമായിട്ട് അത് ഫോളോ ചെയ്ത് കൃത്യമായിട്ട് യൂട്യൂബിൻ്റെ റൂൾസും കാര്യങ്ങളും ഫോളോ ചെയ്ത് നമ്മൾ നല്ലൊരു കണ്ടന്റ് കാര്യങ്ങളും വെച്ചുകൊണ്ട് വീഡിയോസും ഷോർട്സും ഒക്കെ ഇട്ട് പോയാൽ മാത്രം മതി. വേറെ ഒന്നിൻ്റെ ആവശ്യമില്ല. അപ്പോൾ നമ്മൾ പോകുമ്പോൾ തന്നെ നമ്മൾ എഫേർട്ടിൻ്റെ ഫലം നമുക്ക് എന്തായാലും നമുക്ക് കിട്ടുക തന്നെ ചെയ്യും. അത്രയേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഇതാണ് എനിക്ക് പുതിയ യൂട്യൂബേഴ്സിൻ്റെ കൂടെ പറയാനുള്ളത്. പിന്നെ ഇത്രയാണ് ഒരു കാര്യം. അപ്പോൾ ഇതാണ് എൻ്റെ ഒരു യൂട്യൂബ് ചാനൽ ജേണി എന്ന് പറയുന്നത് കേട്ടോ. അപ്പം കുറച്ച് പേർക്കെങ്കിലും എൻ്റെ വീഡിയോസ് പ്രയോജനപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. അപ്പം